بسم الله الرحمن الرحيم لك الحمد يا ربي يا الله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين വിശുദ്ധ റബീഇന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതരായ പരിശുദ്ധ മാസത്തിൻ്റെ അവസ്ഥയിലെത്തുമ്പോൾ പ്രവാചക പ്രണയികൾ അപദാനത്തിൻ്റെ, പ്രശംസയുടെ, സ്നേഹവായ്പിൻ്റെ ഹർഷാരവങ്ങൾ മുഴക്കും. സ്വാഭാവികമാണ്. അഹ്യാ റബീഅൽ ഖൽബി ഷഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. മഹാഗുരുനാഥൻ ചൊല്ലിത്തന്ന പ്രവാചക പ്രകീർത്തനത്തിൻ്റെ അത്യുന്നതമായ ശ്രേണിയിൽ നിൽക്കുന്ന ഒരു വരി പദ്യം നമുക്ക് അയവിറക്കാം. ഹുവ അഹ്മദുൻ ഫീ ഖാബി ഖൗസൈനിൻ ജല വലഹു ലിവാഉൽ ഹംദി മാ അസ്മാഹു. ഹുവ അഹ്മദുൻ ഫീ ഖാബി ഖൗസൈനിൻ ജല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂമിയിൽ വാഴ്ത്തപ്പെട്ട നാമം മുഹമ്മദാണ്. വാനലോകത്ത് അള്ളാഹുവിനെ സഹസ്രാബ്ദങ്ങൾ വാഴ്ത്തി പ്രശംസിച്ച് അള്ളാഹുവിനെ സ്തുതിച്ച് കോടാനുകോടി സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞുകൂടിയ അവിടുത്തെ വാനലോകത്തെ പേര് അഹ്മദ് എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനവിക ലോകത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മുഖത്തിൻ്റെ പേര് മുഹമ്മദാണെങ്കിൽ ഇലാഹായ പരമപുരാനായ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മുഖം അഹ്മദിൻ്റെതാണ്. വാനലോകത്ത് അഹ്മദും ഭൂലോകത്ത് മുഹമ്മദുമായി വാഴ്ത്തപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം വളരെ മുൻപ് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോൾ വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്ന് പറഞ്ഞത്. അത് വാനലോകത്തും ആത്മീയ ലോകത്തുമുള്ള പരിചയമാണ്. അവിടെയെല്ലാം അഹ്മദാണ് അവിടുന്ന്. അഹ്മദ് ഏറ്റവും കൂടുതൽ സ്തുതിച്ചവൻ എന്നും ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഉന്നതമായ അളവിൽ അള്ളാഹുവിനെ വാഴ്ത്തി പ്രശംസിച്ചവൻ എന്നും അർത്ഥം പറയാം. ഏറ്റവും കൂടുതൽ വാഴ്ത്തി പറഞ്ഞവർ എന്നർത്ഥം വെക്കാം. ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞവർ എന്നർത്ഥം വെക്കാം. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ മഅരിഫത്തിലൂടെ, തിരിച്ചറിവിലൂടെ ഏറ്റവും കൂടുതൽ അറിയുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശംസിക്കാൻ, സ്തുതിക്കാൻ സാധിക്കുക. സ്വാഭാവികമായും കോടാനുകോടി സൃഷ്ടി പരമ്പരകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ള വ്യക്തിത്വമാണ് അന അത്ഖാകും ലില്ലാഹി വ അഖ്റബുക്കും ഇലല്ലാഹ് വ അത്ഖാകും ലില്ലാഹി വ അക്റമുക്കും അലല്ലാഹ് എന്നെല്ലാം പറയാവുന്ന വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദാണ് അവിടുന്ന്. ഏറ്റവും കൂടുതൽ ദീർഘകാലം ഏറ്റവും നല്ല രീതിയിൽ മറ്റാർക്കും സാധിക്കാത്ത രീതിയിൽ പരമപുരാനായ അള്ളാഹുവിനെ വാഴ്ത്തിപ്പറഞ്ഞ ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുവ അഹ്മദുൻ, അവിടുന്ന് അഹ്മദാണ്. അതെല്ലാം അള്ളാഹുവിൻ്റെ ലോകത്തേക്കുള്ള ദർശനമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദ്വിമുഖം, മാനവരിലേക്ക് തിരിച്ചു വെച്ച ഒരു മുഖവും അള്ളാഹുവിലേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുന്ന മറുമുഖവും, അള്ളാഹുവിലേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുന്ന മറുമുഖം അഹ്മദും മുഹമ്മദുമാണ്. നമ്മുടെ മുമ്പിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് മുഹമ്മദിന്റെ അർത്ഥമെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ അള്ളാഹുവിനെ വാഴ്ത്തിയവൻ, വാഴ്ത്തുന്നവൻ
എന്നാണ് അഹമ്മദിന്റെ അർത്ഥം. ഈ രണ്ട് പരിപ്രേക്ഷ്യങ്ങളും കുറെ അധികം ചിന്തിക്കാനുള്ള വിശാലമായ ലോകമാണ്. അള്ളാഹുവിലേക്ക് അഹമ്മദായി, സൃഷ്ടികളിലേക്ക് തിരിഞ്ഞ് മുഹമ്മദായി പ്രകീർത്തനത്തിന്റെ സർവമാനങ്ങളെയും സമന്വയിപ്പിച്ച വ്യക്തിത്വം മുഹമ്മദ്. ലോകം സ്തുതിച്ച് സ്തുതിച്ച് പ്രശംസിച്ച് പുകഴ്ത്തി മലാഖമാരും പ്രവാചകന്മാരും സദ്വൃദ്ധരും സജ്ജനങ്ങളും സഹൃദയരും എല്ലാവരും വാഴ്ത്തി പറയുകയാണ്. വാഴ്ത്തി വാഴ്ത്തി പ്രശംസിച്ച് പ്രശംസിച്ച് അവിടുന്ന് മുഹമ്മദാണ്. ഏതുപോലെ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞ ഉദാഹരണം, ഉപ്പ്, മാങ്ങയിൽ ഉപ്പിടുന്നു, അല്ലെങ്കിൽ ദീർഘകാലം ഉപ്പിൽ മാങ്ങയിടുന്നു. കുറെ കാലം കഴിയുമ്പോൾ എന്തായി മാറും? അത് മാങ്ങ തന്നെ ഉപ്പായി മാറുന്ന അവസ്ഥ. അതാണ് മുമല്ലഹുൻ. മിൽഹ്, മുമല്ലഹുൻ. ഹംദിൽ നിന്ന് നിർഗളിച്ച് ഉയർത്തെഴുന്നേറ്റ് അവിടുന്നോ അഹമ്മദ്, ലോകം മുഴുവൻ മലാഖമാരും അള്ളാഹുവിന്റെ ലോകത്തും പ്രശംസിച്ച് വാഴ്ത്തി പറഞ്ഞ് അവിടുന്ന് മുഹമ്മദായി തീർന്നിരിക്കുന്നു. ആ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ അള്ളാഹുവിന്റെ ലോകത്ത് അഹമ്മദാണ്, വാനലോകത്ത് അഹമ്മദാണ്. ഹുവ അഹ്മദുൻ ഫീ ഖാബി ഖൗസൈനിൻ ജല. അവിടുത്തെ ശരിയായ മഖാമ് ഖാബ് ഖൗസൈനിയാണ്. അമ്പും വില്ലും അടുത്തതുപോലെ അടുത്തു എന്ന പരിമിതമായ മലയാള പരിഭാഷയിൽ നമുക്കത് തൽക്കാലം പറഞ്ഞു വെക്കാം. ആ ഹളറത്തുൽ ഇലാഹിയയുമായുള്ള ഹബീബിന്റെ അടുപ്പം എത്രയാണ്, എങ്ങനെയാണ്? ഫദന ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാവിൽ ചെറിയ ഒരു നിമിഷത്തിൽ മാത്രമല്ല ഖാബ ഖൗസൈനി, ആ പരിശുദ്ധ നിമിഷത്തിൽ ഒന്നുകൂടി അടുത്തു. ഔ അദ്ന, അവിടുത്തെ ശരിക്കുമുള്ള സർവകാലത്തുമുള്ള സ്റ്റാറ്റസ് ഖാബ ഖൗസൈനിയാണ്. അത്രയും അടുത്ത ഒരു സൃഷ്ടി ലോകം, അള്ളാഹുവുമായി സാമീപ്യമുള്ള ഒരു ലോകം, മലാഖമാരുടെ പ്രവാചകന്മാരുടെ ഒന്നും ലോകത്ത് വേറെ ആരുമില്ല. ഖാബ ഖൗസൈനിയിൽ നിലകൊള്ളുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. ഇസ്റാ മിഅ്റാജിൽ ഔ അദ്ന എന്ന ഒന്നുകൂടിയുള്ള അടുപ്പം, അണച്ചു ചേർത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ആ പ്രയോഗങ്ങളൊന്നും ഇവിടെ അനുയോജ്യമല്ല. കാരണം സ്ഥലകാല പരിമിതികളിലൊന്നും തളച്ചിടാൻ പറ്റുന്നതല്ലല്ലോ പരിശുദ്ധ ധാത്തുമായിട്ടുള്ള വർത്തമാനം. ഹുവ അഹ്മദുൻ ഫീ ഖാബി ഖൗസൈനിൻ ജല. ഇൻജിലാ പ്രകാശനമായതാണ് അഹമ്മദായിട്ട് ഖാബ ഖൗസൈനിയിൽ. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ എന്ന ഖുർആനിക വചനം ഓർക്കുക. റബ്ബായ അള്ളാഹുവിന്റെ തജല്ലി, പ്രകാശന ദർപ്പണം സയ്യിദുന മൂസ അലൈഹിസ്സലാം അനുഭവിച്ചു. ഇവിടെ ഇഞ്ചില ഉണ്ടായതാണ്. പ്രകാശനം ദർപ്പണമായി അഹമ്മദായി ഖാബ ഖൗസൈനിയിൽ അവിടുന്ന് തിളങ്ങി വിളങ്ങി പ്രോജ്വലിച്ചു. ഒരു മലക്കുൽ മുഖറബും ഒരു നബിയും മുർസലും എത്തിപ്പെടാത്ത അത്യുന്നത പീഠത്തിൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പോലും അളവിലെത്തിയപ്പോൾ നിന്നുപോയി. പിന്നെയും ഉയർന്ന് ഔന്നിത്യം പ്രാപിച്ചു അള്ളാഹുവിന്റെ ലോകത്ത്. ഇവിടെ സ്ഥലപരിമിതിയിലൊന്നും അർത്ഥം വെക്കരുത്. അള്ളാഹുവുമായുള്ള അൽ ഹളറത്തുൽ ഇലാഹിയയുടെ ഏറ്റവും ഉന്നതമായ അളവിൽ വിരാജിച്ചു എന്ന് പറയാം. അതെന്നും അങ്ങനെയാണ്. ആ ഒരു നിമിഷത്തിൽ ഔ അദ്ന എന്ന ഒരു ഔന്നിത്യത്തിന്റെ തൂവൽ സ്പർശം കൂടുതലുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഫദന ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുവ അഹ്മദുൻ ഫീ ഖാബി ഖൗസൈനിൻ ജല വലഹു ലിവാഉൽ ഹംദി മാ അസ്മാഹു
ലിവാ ഉൽ ഹംദ്, സ്തുതിധ്വജത്തിന്റെ വാഹകൻ, പ്രശംസയുടെ, പ്രകീർത്തനത്തിന്റെ, സ്തുതിയുടെ കൊടിവാഹകനാണ് അവിടുന്ന്. ലിവാ ഉൽ ഹംദ് മാനവിയായ, ആശയപരമായി മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പതാകയാണത്. അമ്പിയാക്കൾ പുകഴ്ത്തു, മലാഖമാര് പുകഴ്ത്തു, അള്ളാഹുവിന്റെ പ്രശംസക്ക് പോലും കാരണമാകും. ആ ലിവാ ഉൽ ഹംദ് എന്ന അത്യുന്നതമായ ധ്വജവാഹകനായി അള്ളാഹുവിന്റെ മുമ്പിൽ, ലോക മഹാസൃഷ്ടി സഞ്ചയത്തിന്റെ മുൻപിൽ, മഹ്ശറിൽ ലിവാ ഉൽ ഹംദിന്റെ ആ ധ്വജവാഹകനായി നിൽക്കും. എല്ലാവർക്കും പ്രശംസിക്കുവാൻ, പുകഴ്ത്തുവാൻ, പ്രകീർത്തിക്കുവാനുള്ള സമുന്നത വ്യക്തിത്വമായി അള്ളാഹുവിന്റെ ലോകത്ത് വിരാജിക്കുന്ന സയ്യിദുനൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വലഹു ലിവാഉൽ ഹംദി മാ അസ്മാഹു. ലിവാഉൽ ഹംദ് എന്ന തിരുനബിയുടെ ധ്വജവാഹകനായ പ്രകീർത്തനത്തിന്റെ കൊടി, പ്രശംസയുടെ കൊടി, അതിലും മീതെ ഒരാൾക്കും ഇനി ലഭിക്കാനില്ല. മാ അസ്മാഹു, അതിന്റെ ഔന്നിത്യം എന്തുമാത്രം മഹത്തരമാണ്, മഹോന്നതമാണ്. നമുക്കെപ്പോഴും ഖൽബ് കൊണ്ട് അനുസ്മരിക്കാം. ഹുവ അഹ്മദുൻ ഫീ ഖാബി ഖൗസൈൻ ജലാ വലഹു ലിവാഉൽ ഹംദി മാ അസ്മാഹു. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ.